27 ഇന്നലത്തെ ദിവസം 2 ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. രാവിലെ 10:30 കൊട്ടാരക്കരയിലും വൈകിട്ട് 3:30 കളമശ്ശേരിയിലും. ഇന്ന് വൈകിട്ട് കണ്ണൂരേക്ക് പോവുകയാണ്. മാർച്ച് 6 വരെ ഏകദേശം ചാർട്ട് ചെയ്ത പ്രോഗ്രാമുകളൊക്കെ തന്നെ ഉണ്ട്. അതിനുശേഷമുള്ള പല എൻക്വയറീസും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന പൈസയ്ക്ക് വിളിക്കുമ്പോഴേ ഞാൻ പോകാറുള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കരമായ ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. വളരെ റെയറായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. എന്നൊരു സാഹചര്യമാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായ ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. വളരെ റെയറായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. എനിക്ക് ഫിറോസിനെ 2 പ്രാവശ്യം വിളിച്ചു. പുള്ളി ഫോൺ എടുക്കാത്തതാണ്. പക്ഷെ സ്നേഹത്തോടെ സംസാരിക്കാനാണ്. വെറുതെ എന്തിനാണ് കിടന്ന് വടിയുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാണ്. ഇത് പറഞ്ഞപ്പോഴാണ് 2 പ്രാവശ്യം ഫിറോസൊക്കെ വിളിച്ചിട്ട് ഫിറോസൊക്കെ ഫോൺ എടുത്തിട്ടില്ല. നമ്മുടെ ഏഞ്ചലിൻ മരിയാണെന്ന് തോന്നുന്നു. ഞാൻ ബിഗ് ബോസ് സീസൺ 5 കണ്ട ഒരാളാണ്, റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, കുറച്ചൊക്കെ ചെറുതായിട്ട്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ എപ്പോഴൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ സമയത്ത് പുറത്ത് നിങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് മാരാറുണ്ടാവും. ഇവിടെ ആരും ഉണ്ടായില്ലെങ്കിലും മാരാറുണ്ടാവും. ആ മാരാര് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, മാരാര് വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല എന്ന് പറഞ്ഞത് ആ ബിഗ് ബോസിന്റെ അകത്ത് മാരാരുടെ സഹമത്സരാർത്ഥിയായിട്ട് കൂടെ മത്സരിച്ചിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയായിരുന്നു. അഖിലേട്ടായിട്ട് തീരെയില്ല. അഖിലേട്ടൻ ഭയങ്കര ചാടേ അല്ല, പല ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നുണ്ട് അഖിൽമാറ ഭയങ്കര ചാടേ. കാരണം ഞാൻ പുള്ളിക്ക് വാട്സാപ്പിൽ കുറെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പുള്ളിനെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഒരാള് അഖിലേട്ടൻ നമ്പർ ചോദിച്ചൊരു ഫിലിമിന്റെ കാര്യത്തിന് വിളിക്കാനായിട്ട്. നമ്മള് ബീബിയിലുള്ളപ്പോൾ എന്തായാലും ഫോൺ നമ്പർ ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ പുള്ളിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഏഞ്ചലിനാണ്. അപ്പൊ പുള്ളി മെസ്സേജ് സീൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ റിപ്ലൈ ഒന്നും കണ്ടില്ല. കുറെ പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. ഞാൻ ആരാണെന്ന് അറിയാമോടാ? മുഖ്യമന്ത്രിയെ വരെ വിമർശിച്ച് കേസുള്ള ആളാ. ലാലേട്ടന്റെ അടുത്ത് ഫ്ലോറിൽ വെച്ച് പറഞ്ഞു, സംവിധായകനായ എന്നെ എന്തും പറഞ്ഞു ലാലേട്ടാ, എനിക്കതൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ ആളാ. എന്നോട് കളിക്കുമ്പോൾ എന്റെ വായിൽ കോലിട്ട് കുത്തിയാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. സോറി പറയില്ല, സോറി പറയാനെന്താ ഉള്ളേ. നാഗസൈരന്ദ്രി അമ്മ 2024 കാലത്ത് അങ്ങേ ഒരു ദൈവമായി അവരെ ചൊല്ലിട്ടൊരു വാക്ക് ഞാൻ ചൊല്ലേ. അതുപോലെ സെറ്റപ്പ് പോലെയൊക്കെയാണ് തോന്നിയത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീഡിയോയോടുകൂടി മാരാറുടെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോ വെച്ച് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് എന്താണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്ന് മാരാരെ സീസൺ 4ന്റെ അകത്ത് വീഡിയോ ചെയ്ത് നല്ല റീച്ച് കിട്ടി. അതുകൊണ്ട് ഒരു വീഡിയോ വയ്ക്കാനുള്ള കുറേയധികം പൈസ ഞാൻ കുറച്ചധികം സമാഹരിച്ച് ബാക്കി കുറെ കടമൊക്കെ വാങ്ങിച്ചിട്ട് ആ കടം അടുത്ത ദിവസം വരുമ്പോൾ തീർക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴേക്ക് സീസൺ 5 നിങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീടിന്റെ മേൽക്കൂരയും മറന്ന് അടുത്തൊരു വീടിന്റെ ഒരു നിലകൂടെ വാർക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. കടവും തീർക്കണം ഒക്കെ ഉണ്ട്. പക്ഷെ സംഭവിച്ചെന്തറിയാമോ? സീസൺ 5 ഉജ്ജ്വലമായതുകൊണ്ട് ആ കടങ്ങൾ തീർക്കാനും പറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും കടക്കായിരുന്നു വേണ്ടി വന്നു. സീസൺ 5 റീച്ച് കൊണ്ടേ നിങ്ങളെ പേര് വെച്ചിട്ട് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടിൽ ലളിതമായ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ശരി, ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അഖിൽമാരാർ ഇതിനകത്ത് അഖിൽമാരെ ഇതായിട്ട് ഒന്നുമല്ല, പക്ഷെ അഖിൽമാരുടെ ചില കാര്യങ്ങൾ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പേര് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ടും നമ്മുടെ യൂട്യൂബേഴ്സിന് അങ്ങനെ ആട്ടപ്പാടല്ല അങ്ങനെ ഓറഞ്ചം പറഞ്ഞ പുച്ചിക്കലും പിന്നെ ആരാധകരായ പ്രേക്ഷകരെ അങ്ങോട്ട് എടുത്ത് അലക്കുന്ന രീതിയിൽ ടോക്സിസിറ്റി ഇഷ്ടപ്പെടുന്നവരോ ഓക്കെ എന്താ ആയിക്കോട്ട് പോട്ടെ. നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്ന ആളാണ്, വലുതാണ്, മറ്റേ വലിയ ആൾക്കാരൊക്കെയാണ്. എന്നായിരുന്നാലും നമുക്ക് നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. പിന്നെ DFK പറഞ്ഞ മറുപടിയിൽ തുടങ്ങാം. അപ്പൊ DFKയും മാലാകുമായിട്ടുള്ള സംസാരമൊക്കെ തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർന്നു, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് തൽക്കാലം ഞാനും സംസാരിക്കുന്നില്ല. അപ്പം ഇനി നമുക്ക് മാരാര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, മാരാര് ഇതിന് മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാമോ? എനിക്കൊരു തീരെ താല്പര്യമില്ല. ജീവിക്കാൻ പണം വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതിന് പുറത്ത് പലവിധ പ്രോഗ്രാമുകൾ ചെയ്യണം. ദൈവം അനുഗ്രഹിച്ച് അത്യാവശ്യം പരിപാടികൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇനാഗുറേഷൻ കഴിഞ്ഞു. 27 ഇന്നലത്തെ ദിവസം 2 ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. രാവിലെ 10:30 കൊട്ടാരക്കരയിലും വൈകിട്ട് 3:30 കളമശ്ശേരിയിലും. ഇന്ന് വൈകിട്ട് കണ്ണൂരേക്ക് പോവുകയാണ്. മാർച്ച് 6 വരെ ഏകദേശം ചാർട്ട് ചെയ്ത പ്രോഗ്രാമുകളൊക്കെ തന്നെ ഉണ്ട്. അതിനുശേഷമുള്ള പല എൻക്വയറീസും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന പൈസയ്ക്ക് വിളിക്കുമ്പോഴേ ഞാൻ പോകാറുള്ളൂ.
പോയിന്റ് നമുക്ക് അതിൽ ചെറിയൊരു സംഭവം പറയാം. ഞാനങ്ങനെ ഭയങ്കരമായ ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. വളരെ റെയറായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ കേട്ടില്ലേ അല്ലേ? ഒന്നും കേൾപ്പിച്ചാൽ എന്നൊരു സാഹചര്യമാണ്. ഞാനങ്ങനെ ഭയങ്കരമായ ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. വളരെ റെയറായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. മനുഷ്യനില്ലേ പിള്ളേ, മാറ്റങ്ങളൊക്കെ വരും, അത്രയൊക്കെ ഉള്ളൂ. ഏഷ്യാനെറ്റിനെ മുൻ മത്സരാർത്ഥി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞതിനെ കുറിച്ച് വളരെ വചാനാവുകയൊക്കെ ചെയ്തിട്ടുള്ള അഖിൽമാരെ നമുക്കിനി അടുത്ത് നോക്കാം. നമ്മുടെ ഇതൊക്കെ സത്യം പറഞ്ഞത് ഇതൊക്കെ കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അത് കൊണ്ട് നിറച്ചു തന്നു. അഖിൽമാരാര് മുമ്പ് പറഞ്ഞതല്ല ബ്രോ ഇപ്പം ചെയ്യുന്നത്, കാണുന്നത് അത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് എനിക്ക് കിട്ടിയത് മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇതിനെക്കാട്ടിൽ കൂടുതലുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ ചാനലുകളിലോ അവിടെ കൂടെ എവിടെ കൂടെയൊക്കെ പുറത്ത് വരട്ടെ, എനിക്ക് എന്തിനാ സംഭവം. പിന്നെ പറഞ്ഞു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാരാരെ നിങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുള്ളത് ജോജി ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ജോജി ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് നിങ്ങൾ ഭയങ്കര ഉത്സാഹഭരിതരായിട്ട് അവിടെ നിന്ന് പോയി നിങ്ങളുടെ ജീവിതത്തിലെ അത് ഗുരുവാണ്, സിനിമാ ഗുരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് അൺഫോളോ ചെയ്തെന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെ. എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. അഖിൽമാരാർ ഒരിക്കലും ചെയ്തില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അഖിൽമാരാരും നമ്മുടെ ജോർജും ഒക്കെ എന്ന് വെച്ചാൽ തിക് ഹാർഡ് കോർ ഫ്രണ്ട്സാണ്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഇപ്പൊ കാണിച്ചത് ജോർജ്, മോഹൻലാൽ, സദ്ഗുരു, ഷെഫ് പിള്ള, വിഷ്ണു ജോഷി, അജ്മൽ ഖാൻ, ഷിജു ആക്ടർ, പ്രകൃതി പ്രാർത്ഥന, രാജലക്ഷ്മി, മമ്മൂട്ടി, മഹി ഒക്കെ ഇങ്ങനെ പറഞ്ഞത് ഇല്ല. ജോർജ് ഇല്ല. ഈ എന്ത് പറ്റി? അപ്പൊ അവര് പിന്നെ അവരുടെ വീഡിയോ നമുക്ക് നോക്കാം. മാരാരും ജോർജായിട്ടൊക്കെയുള്ള വന്ന വീഡിയോസ് ഒക്കെ ഇതിനകത്ത് കാണുമല്ലോ, നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാം. BB കഴിഞ്ഞിട്ട് നേരെ ജോർജിന്റെ വീട്ടിലേക്ക് പോയി ആഹാരം കഴിച്ച വീഡിയോസ് ഒക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവൂലേ? ഇല്ല മാരാര് ഇല്ല, മാരാര് ഉണ്ടോ? ഓ ഇല്ലേ? മാനുഷികമായ കാര്യങ്ങളൊന്നും നമ്മളിതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് കേട്ട് വന്ന് ചെയ്ത് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് എനിക്കറിയത്തൊന്നുമില്ലേ എന്ത് പറ്റി. ജോർജും മാരാരും ഒക്കെ ചേർന്ന് നമ്മുടെ എന്താ പറയുക ജുനൈസും സാഗർക്ക് ചേർന്നൊരു സിനിമയുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേക്കപ്പ് ജുനൈസ് വിപിയുടെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേക്കപ്പ് അതിനകത്ത് ആ ഒരു സിനിമയുടെ ഇതെല്ലാം കഴിഞ്ഞു. പൂജയിൽ മാരാരെ കണ്ടില്ല, അതിൻ്റെ ഇത് എൻ്റെ പാക്കപ്പിലും മാരാരില്ല. ലാസ്റ്റ് ആ ഒരു സിനിമയുടെ മുഴുവൻ സംവിധാനങ്ങളും കഴിഞ്ഞു. ഇനി ജുനൈസിന് മാരാർ കുറച്ച് ദിവസം ജുനൈസിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിരുന്നു. അവിടെ ജുനൈസ് മാരാരെ എങ്ങനെ അൺഫോളോ ചെയ്തോ? ജുനൈസ് അൺഫോളോ ചെയ്തു. എന്ത് പറ്റി ബ്രോ മാരാരെ? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പിന്നെ ഇരുട്ടിയിൽ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയായിരുന്നു അല്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരുന്നു. എന്തായാലും പാക്കപ്പൊക്കെ പറഞ്ഞവർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നാലത്തെ ആ സെലിബ്രേഷൻ്റെ സാഗർ സൂര്യയൊക്കെ കാണുന്ന ആ സെലിബ്രേഷൻ്റെ അകത്ത് ഈ സിനിമയുടെ ഒരു നെടുന്തൂണായിട്ടൊക്കെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞതിനകത്ത് മാരാരെ കാണാനില്ല. ജോർജ് വിഷയത്തെ കാര്യമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ ഇത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് ലൈംലൈറ്റ് വരേണ്ട കാര്യമില്ല. എനിക്ക് ഫിറോസിനെ 2 പ്രാവശ്യം വിളിച്ചു, പുള്ളി ഫോൺ എടുക്കാത്തതാണ്. പക്ഷെ സ്നേഹത്തോടെ സംസാരിക്കാനാണ്, വെറുതെ എന്തിനാണ് കിടന്ന് വടിയുമായി കൊണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാണ്. ഇത് പറഞ്ഞപ്പോഴാണ് 2 പ്രാവശ്യം ഫിറോസൊക്കെ വിളിച്ചിട്ട് ഫിറോസൊക്കെ ഫോൺ എടുത്തിട്ടില്ല. നമ്മുടെ ഏഞ്ചലിൻ മരിയാണെന്ന് തോന്നുന്നു. ഞാൻ ബിഗ് ബോസ് സീസൺ 5 കണ്ട ഒരാളാണ്, റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറച്ചൊക്കെ ചെറുതായിട്ട്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ എപ്പോഴൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഏതൊക്കെ സമയത്ത് പുറത്ത് നിങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് മാരാരുണ്ടാവും. ഇവിടെ ആരും ഉണ്ടായില്ലെങ്കിലും മാരാരുണ്ടാവും. ആ മാരാര് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, മാരാര് വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല എന്ന് പറഞ്ഞത് ആ ബിഗ് ബോസിന്റെ അകത്ത് മാരാരുടെ സഹമത്സരാർത്ഥിയായിട്ട് കൂടെ മത്സരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. അഖിലേട്ടനായിട്ട് തീരെയില്ല. അതൊന്നും അഖിലേട്ടൻ ഭയങ്കര ചാടേ പോന്ന അല്ല, പല ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അഖിൽമാറ ഭയങ്കര ചാടേ. കാരണം ഞാൻ പുള്ളിക്ക് വാട്സപ്പിൽ കുറെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല പുള്ളിനെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരാള് അഖിലേട്ടൻ നമ്പർ ചോദിച്ചു ഒരു ഫിലിമിന്റെ കാര്യത്തിന് വിളിക്കാനായിട്ട്. നമ്മൾ ബീബിയിലുള്ളപ്പോൾ എന്തെങ്കിലും ഫോൺ നമ്പറൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ പുള്ളിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഏഞ്ചലിനാണ്. അപ്പൊ പുള്ളി മെസ്സേജ് സീൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ റിപ്ലൈ ഒന്നും കണ്ടില്ല. കുറേ പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തില്ല.
വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും. ചില ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ കൂടി ഇവിടെ കൂടെ പറഞ്ഞു. എൻ്റെ ഇൻബോക്സുകളിലൊക്കെ കുറേ അധികം സുഹൃത്തുക്കളൊക്കെ പറയും. എന്താണോ നമുക്കറിയത്തില്ല, അറിയാത്ത കാര്യം നമ്മൾ പറയാനും പാടില്ലല്ലോ. പക്ഷെ ഈ ഒരു സാധനം ആ കുട്ടി ലൈവിൽ ഒരു വീഡിയോയിൽ പറഞ്ഞതാട്ടാ, വിളിച്ചാൽ പോകത്തില്ല. ഞാൻ ഫിറോസിനെ വിളിച്ചത്. പിന്നെ രജത്തേട്ടനോട് എനിക്ക് എപ്പോഴും വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ രജത്തേട്ടനിലൂടെയാണ് ബിഗ് ബോസ് എന്താണെന്ന് ശ്രദ്ധിച്ചത്. അതായത് ഈ റിസാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ റിസാറിനൊക്കെ ഏതൊരു സിനിമയിലകത്ത് ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞായിട്ട് ചെറിയൊരു ഓർമ്മ പോലെ എനിക്ക് ഉണ്ടോ? മാരാരുടെ സിനിമ ഇനി എപ്പോൾ എന്ന് വരും? മാരാര് സിനിമയൊക്കെ BB കഴിഞ്ഞ് ഇറങ്ങി നേരെ സിനിമയിലേക്കല്ലേ പോയത്. ഇനി ഉടനെ ഞാൻ സിനിമ ഇടയിൽ നിങ്ങൾ അന്ധമായ ആരാധനയുടെ പുറകെ നിന്ന് പോകരുത്. എയർപോർട്ടിൽ നിന്ന് വന്ന വഴിക്കാണെന്ന് തോന്നുന്നു ആ വീഡിയോ. അന്ധമായ ആരാധനയുടെ പുറകെ നിന്ന് പോയത്. എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കുന്ന സമയമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ ഇന്റർവ്യൂ ഉദ്ഘാടനം നടക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യം സാബു ചേട്ടനോട് അതുപോലെ തന്നെ ഇഷ്ടമാണ്. ഇവരൊക്കെ തന്നെ വളരെ മികച്ച മത്സരാർത്ഥികളുമായിരുന്നു. അബൂബിനെ ദുബായിൽ വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു. പിന്നെ ഈ കുറെ ആരാധകരെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുക, സീസണിനെ കുറിച്ച് വിലയിരുത്തുക. അപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടത് മികച്ച മത്സരമാണെന്നുണ്ടെങ്കിൽ മികച്ച മത്സരാർത്ഥികൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുക. അവിടെ സ്നേഹവും സൗഹൃദവും കുറ്റപ്പെടുത്തലുകളും മാത്രമായിട്ട് ഒരാളുടെ പിന്തുണ മാറരുത്. നല്ലൊരു മത്സരാർത്ഥിയെ സൃഷ്ടിച്ചെടുത്ത് വിജയിപ്പിക്കാൻ അടുത്ത സീസണിൽ കഴിയട്ടെ. എല്ലാ യൂട്യൂബർമാർക്കും, ഇന്നലകളിൽ എന്നെ പിന്തുണച്ച എല്ലാ യൂട്യൂബർമാർക്കും, ഇന്നലകളിൽ എന്നെ എതിർത്ത എല്ലാ യൂട്യൂബർമാർക്കും, ഇന്നലകളിൽ എന്നെ സ്നേഹിച്ച എല്ലാ മനുഷ്യർക്കും, എനിക്ക് വോട്ട് നൽകിയവർക്കും എല്ലാവർക്കും 1000 സ്നേഹം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഞാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് പ്രതികരിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് ഫിറോസിന് കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടുന്നുണ്ട്, ആ നല്ല കാര്യം. ഒരാൾക്ക് ശ്രദ്ധ കിട്ടുന്നു, എന്നിലൂടെ കുറച്ച് ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. ഡേഞ്ചറസ് ഫിറോസ് മാരാരെ കുറിച്ച് പറഞ്ഞിട്ട് വേണം ഡേഞ്ചറസ് ഫിറോസിനെ അറിയാൻ. ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ആളെ ഡാൻസ് കോമ്പറ്റീഷനിലൂടെയും അതിനെക്കാട്ടിലപ്പുറം അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ മലയാളത്തിൽ തന്നെ ആദ്യത്തെ പ്രാങ്ക് ഷോകളിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഡേഞ്ചറസ് ഫിറോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് പോലെ കിട്ടിയത്. അപ്പോൾ ആ ഫിറോസ് ഖാന് മാരാരുടെ പേര് പറഞ്ഞിട്ട് വേണം ലൈം ലൈറ്റ് നിൽക്കാൻ. അതേസമയത്ത് മാരാരെ സത്യം പറഞ്ഞ് എല്ലാവരും അറിയുന്നത് എന്താ, ചില കോൺട്രവേഴ്സികളുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും, അതിലൂടെ കോൺട്രവേഴ്സി ഉണ്ടാകും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ് കേസുണ്ടായ കാര്യമൊക്കെ പറയുന്നത്. എന്തായാലും ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അതർവൈസ് മാരാരെ അതിനുമ്പാർക്കും അങ്ങനെ അറിയത്തില്ല. പിന്നെ ഞാൻ അറിയുന്ന ഒരു പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ട്രോളിനകത്തൂടെയാണ്. അതിനപ്പുറത്തേക്ക് മാരാരിൽ വലിയ സംഭവം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ BB4 ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വിവാദം ഉണ്ടായ സമയത്ത് അന്ന് ഞാനും പ്രതികരിച്ചിരുന്നു. അതിനുശേഷം നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യരാണെന്ന് തോന്നി. പക്ഷേ നമ്മുടെ പൊളിഫിറോസ് ഉന്നയിച്ചിട്ട് വലിയ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. വേറൊന്നുമല്ല, നിങ്ങൾ പുറത്ത് പ്ലാൻ ചെയ്തിട്ടാണോ? നിങ്ങൾ ഈ പറഞ്ഞ ഷിജു അല്ലെങ്കിൽ കുറെ ആൾക്കാരൊക്കെ നേരത്തെ പരിചയമുള്ളവരായിരുന്നോ? ആണെങ്കിൽ തുറത്ത് പറയാൻ മടി കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത്രയും ചങ്കൂറ്റുള്ള നട്ടലുറപ്പുള്ള ചങ്കുറപ്പുള്ള ആള്, ഇരട്ടയ്ക്കല്ല ട്രിപ്പിൾ ചങ്കുള്ള ആള്, ശരിക്കും ഇതൊക്കെ തുറന്നൊന്ന് പറയേണ്ടതായിരുന്നു. എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായി, എന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറഞ്ഞ ചെയ്യണം, എന്റെ വാക്കത്തെ കോരട്ട് കുത്താമെന്ന് ഞാൻ നിൽക്കത്തില്ല. ഓക്കെ, കിട്ടിക്കോട്ടെ. അപ്പൊ ഇപ്പൊ യൂട്യൂബർമാർക്ക് കുറച്ച് കണ്ടന്റ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അത് നല്ല കാര്യമല്ലേ. അയ്യോ, യൂട്യൂബർമാർക്ക് കുറച്ച് കണ്ടന്റ് ഹാർട്ട്, ലിവർ, കിഡ്നി ടച്ച്. എന്റെ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, ലിവർ ഒന്നുമല്ല, കിഡ്നി. അവിടം വരെയൊക്കെ പോയിട്ടുണ്ട്, ടച്ച് ചെയ്തു. ആക്ച്വലി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ സീസണിൻ്റെ ഒരു ഡിസാസ്റ്റർ സീസൺ 5 കമ്പാരിറ്റീവ്ലി അതർ സീസൺസ്. ബാക്കി സീസൺ 1, 2, 3, 4, 5 എടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അതർ ചാർട്ടിൽ ഒരിക്കലും 5 ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് ഇനിയും പറയും, എപ്പോഴും പറയും. അടുത്ത് ഇതിനെക്കാട്ടി ഡിസാസ്റ്ററാണ് 6 എങ്കിൽ അതും പറയും. പിന്നെ സീസൺ നടക്കുന്ന സമയത്ത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗതികേട് കൊണ്ട് ആ റിവ്യൂ ചെയ്യേണ്ടി വന്നതെന്നും എൻ്റെ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് റിവ്യൂവേഴ്സ് പാതി വഴിയിലൊക്കെ വെച്ച് നിർത്തിയിട്ട് പോയി. അത്രത്തോളം ഉജ്ജ്വലമായിരുന്നല്ലോ സീസൺ. ഒത്തിരി സ്പോൺസർഷിപ്പ് കിട്ടുന്ന സംഭവമാണ്. കാരണം ഓരോ സീസൺ കടക്കുമ്പോഴും അതിനകത്ത് ഈ റിവ്യൂ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ റിവ്യൂ കേൾക്കുന്ന ആൾക്കാർക്ക് പോലും താല്പര്യമില്ലാത്തൊരു സീസൺ ആയിരുന്നു സീസൺ 5. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയി. കുഴപ്പമൊന്നുമില്ല, എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഡിസാസ്റ്റർ സെറ്റപ്പ് കാരണം നമ്മൾ ഒരുപാട് പൈസ വാങ്ങിയത്, അഖിൽമാരുടെ സംഭവത്തിന് വെച്ചിട്ട് പൈസ വാങ്ങിയെന്നൊക്കെ പറയുന്നത് എത്രമാത്രം സ്വയം അപഹാസ്യനാവുന്നതിന് തുല്യമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ആരാർക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ബോളങ്ങിട്ട്, അവിടെ ഇട്ടില്ലേ ബോള്, അതിനെ പറയും ഞാൻ ഇവിടെ ഒരു ബോളങ്ങിട്ട്, അതിനകത്ത് നിസാരം ആരും തിരിച്ചു പോലും നോക്കാത്ത കുറച്ച് ആൾക്കാരുടെ പേരാ വെച്ചേക്കണം. മാരാർക്കൊപ്പം. നിങ്ങളുടെ ഫേവറേറ്റ് ബിഗ് ബോസ് മത്സരാർത്ഥി 15 മണിക്കൂർ മുമ്പാണ് ഇട്ടത്. അത് സാബു മേനെ വെച്ചിട്ടുണ്ട്, ഡോക്ടർ അജിത് കുമാർ വെച്ചിട്ടുണ്ട്, ഡോക്ടർ റോബിൻ വെച്ചിട്ടുണ്ട്, അഖിൽ മാരാരെയും വെച്ചിട്ടുണ്ട്. സാബു മേന് 13% വോട്ട്, ഡോക്ടർ അജിത് കുമാർ 11% കിട്ടിയുള്ളൂ, അഖിൽ മാരാർക്ക് 28% കിട്ടി. മുന്നേറല്ലേ ഉള്ളൂ. ഒന്ന് മറന്നുപോയി. അയ്യോ, സീസൺ 4 ഡോക്ടർ റോബിൻ വിജയിയല്ല, 48% അഖിൽ മാരാര്. എന്ത് കിട്ടി?
കമന്റ് ബോക്സ് നോക്കാം. കമന്റ് ബോക്സ് മൊത്തം അഖിൽമാരാണ്. അവിടെ വിന്നർ പോലും ആകാത്ത ഡോക്ടർ റോബിൻ, ഇതുവരെയുള്ള സീസണിൽ വെച്ച് ഡോക്ടർ റോബിൻ 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 മാരാനില്ല. മാരാനില്ല മാരാനില്ല എന്ത് ചെയ്യാൻ പറ്റും? സംഭവം മനസ്സിലായില്ലേ? അപ്പം ഒരു വ്യക്തമായ ഫാൻ ബേസ് ഒന്നും ഉണ്ടായിട്ട് ഇല്ല. സംഭവം കുഴപ്പമൊന്നുമില്ല. പോട്ടെ, നമുക്ക് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ മാറി മറിഞ്ഞും വരും. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത്രേ പറയുന്നുള്ളൂ. ഇതിനകത്തുനിന്ന് വലിയ ഒഫൻസീവ് അല്ല. ഞാൻ വളരെ ഫണ്ണായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങളെയൊക്കെ വെച്ച് കണ്ടന്റൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടത്തില്ല എന്നുള്ള കാര്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പറയും. ഇതുകൊണ്ട് വിഷമം തോന്നുന്നു. ഇനി അവസാനം എൻഡ് പോർഷനിലേക്ക് അപ്പൊ അതൊക്കെ നടന്നോട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും വിടാം എന്ന് കരുതി അണ്ണാക്കിൽ കോരിട്ടവനെ പോലെ ഞാൻ ഒരിക്കലും ഇരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അണ്ണാക്കിൽ കോലിട്ട് കുത്തി ആരാണ് പ്രതികരിക്കാത്തത്? അണ്ണൻ കുറച്ച് കാലത്തിന്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ നേരത്തെ തുടക്കത്തിൽ കാണിച്ച ആ വീഡിയോയിൽ തന്നെ അണ്ണൻ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അണ്ണ അതിലൊന്നാമത്തെ കാര്യം, സ്വന്തം കുടുംബത്തിനെയോ വീട്ടുകാരെയോ മറ്റുള്ള കാര്യങ്ങളെയോ ഒന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ട് നടക്കാനോ അവരെ കുറിച്ച് വീഡിയോ ഇറക്കി നടക്കാനോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒന്നും ഷെയർ ചെയ്ത് നടക്കാനോ താല്പര്യമില്ലാത്ത ആളാണ് താങ്കൾ പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ താങ്കൾ വിഭിന്നമായിട്ടാണ് പെരുമാറിയത് അതിനുശേഷമുള്ള സമയങ്ങളിൽ. പിന്നെ താങ്കൾ പറഞ്ഞു ഈ ഇനാഗുറേഷൻസ് മറ്റുള്ള കാര്യങ്ങളുടെ അകത്ത് ഒരു പണമുള്ള ഒരാൾ എന്നെ സമീപിച്ചിട്ട് ഞാൻ ഇട്ടേക്കുന്ന 5 ലക്ഷം രൂപയാണ്. ഓക്കെ, താങ്കൾ ഇപ്പൊ പറഞ്ഞ പ്രകാരം തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ഇത് താങ്കൾക്ക് ഇനാഗുറേഷനിലൂടെ കിട്ടി അല്ലേ? അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യം, എന്നെ ഇനാഗുറേഷൻ വിളിക്കുമ്പോൾ എനിക്ക് അവരോട് സമീപിച്ചിട്ട് പറയാം ഇന്ന ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന ആളുടെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ പോയി ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കൾ ആ വീഡിയോയിലുടനീളം പറഞ്ഞു. ഞാനതൊന്നും വയ്ക്കുന്നില്ല. അങ്ങനെ താങ്കൾ തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ കിടക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പറ്റുവാണെങ്കിൽ അടുത്ത് ഇനിയിപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് പ്രതികരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി ആണ് കേട്ടോ, സീരിയസ്ലി. കാരണം താങ്കൾ 5 ലക്ഷം രൂപ വെച്ചിട്ട് ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്. താങ്കൾ തന്നെ മുൻകാലത്ത് പറഞ്ഞ വളരെയധികം റെയറായിട്ട് മാത്രമേ ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ്. എന്നിട്ട് താങ്കൾ ഇപ്പം മറ്റതൊക്കെ സത്യം പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് നമ്മുടെ ജോജു ജോർജിന്റെ കേസൊക്കെ ഞാൻ അത് വലിയ കാര്യം എടുക്കുന്നില്ല. കാരണം അതൊക്കെ വ്യക്തിപരമാണ്. അതിനെ ആ ലെവലിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ആപ്പാടെ ചൊടിപ്പിച്ച് നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ ലാസ്റ്റ് പറഞ്ഞ ഈ സാധനം ഏത് മാരാര് പറഞ്ഞില്ലേ, നമ്മളെ ഇത് വെച്ചിട്ട് പൈസ അരി വാങ്ങുന്നുള്ള കാര്യം. നിങ്ങൾ വെച്ച് അരി വാങ്ങാൻ പറ്റിയിട്ടില്ല, അതാ സത്യം. നിങ്ങൾ വെച്ച് അരി വാങ്ങാന്ന് വെച്ചാൽ ആരും കാണത്തില്ല, അത് കണ്ടിട്ടില്ല, അതാണ് സംഭവം. പിന്നെ നമ്മുടെ DFK ചാനലിനകത്ത് DFK നല്ലൊരു മറുപടി ലാസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അത് അവസാനിപ്പിച്ചു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും DFK യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അളിയ അഖിൽമാരാണ് അളിയെ എനിക്ക് അളിയനൊന്നും നേരിട്ട് കാണണം. എനിക്ക് അത്രമേൽ എനിക്കൊന്നും വന്നിക്കണം അളിയനെ. കാരണം അത്രമേൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അളിയനെ. കാരണം ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയനെ ഒരുപാട് നന്ദി. എന്ത് പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് അളിയ. ഓക്കെ, DFK ചാനൽ തന്നെ പോയി കാണുക ആ വീഡിയോ. ഒരു ഫുൾ വീഡിയോ, നല്ലൊരു വീഡിയോ, വളരെ ഗംഭീരമായിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഞാനൊരു കാര്യം ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇപ്പം ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്ന സാഹചര്യം, അതായത് ഇപ്പോൾ അഖിൽമാരാർ DFK തമ്മിലുള്ള വർത്തമാനം അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട് BB6 അടുക്കാറായ സമയത്ത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഒന്നുമല്ല. ഇതിനകത്ത് DFK അടുത്ത BB6 അടുക്കുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുൻകാല സീസണുകളെ കുറിച്ചൊരു ഇത് വന്നു. അതിനകത്ത് അഖിൽമാരാണ് കയറി വർത്താനം പറയുന്നത്. അഖിൽമാരാർ എന്നിട്ട് പറയുന്നത് അതിന് മുമ്പുള്ള സീസണുകളിൽ എല്ലാവർക്കും എന്താ പറയുക, പിന്നെ നാണവമാനം ഇല്ലാത്തവരാണ് വന്നെന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതിന് DFK മറുപടി കൊടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതാണ് നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയത്. അപ്പോൾ തന്റെ സീസൺ ഏറ്റവും വലിയൊരു സംഭവമാണെന്നുള്ളത് എല്ലാ സീസണിൻ്റെ അകത്തുള്ള മത്സരാർത്ഥികളും അവരെ ആശാസ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സീസൺ മോശമൊന്നുമല്ല. അതിന് മുമ്പുള്ള സീസണിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരാൾക്കാരെ കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞിരുന്നാലും എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഈ ഇതൊരു ഫൈറ്റ് ഒന്നുമല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ രസകരമായ ആരോഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്. ഇനി കുറെ അധികം കാര്യങ്ങൾ കൂടെ പറയാം. എനിക്ക് എന്റെ കമന്റ് ബോക്സിന്റെ അകത്ത് വീണ്ടും പറയാം, നിങ്ങൾ സീസൺ 4 ഒരാളെ പൊക്കി, സീസൺ 2 ഒരാളെ പൊക്കി, സീസൺ 3 ഒരാളെ പൊക്കി, സീസൺ 2 ഒരാളെ പൊക്കി, അടുത്ത സീസൺ 6 ഒരാളെ പൊക്കും. സീരിയസ്ലി ഏറ്റവും നല്ല ഗെയിമറിനെ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരു ആരാധക കൂട്ടം എന്നുള്ള സംഭവം ഉണ്ടായിട്ട് അവർക്ക് എന്ത് മറ്റുള്ളവർ അതിന്റെ പേരിൽ എടുത്ത് വെച്ച് തല വെച്ചിട്ട് താറടിക്കാന്നുള്ള ചിന്ത മാത്രം വെച്ചുകൊണ്ട് വരരുത്. ഈ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യാനുള്ള കാര്യം മറ്റ് ചില സ്ഥലങ്ങളിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അന്ന് മാരാര് വിജയിച്ച സമയത്ത് ആഹ്ലാദ പ്രകടനം നടത്തി എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് ചെയ്ത് ട്രിഗർ ചെയ്യിപ്പിച്ചിട്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി നിന്നതല്ല. ഇനി ചെയ്യണമെങ്കിൽ ഈവൻ മാരാര് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാണിച്ച ടോക്സിസിറ്റി ഒന്നൊന്നായിട്ട് എടുത്ത് വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം.
ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിറങ്ങിയ കാര്യത്തിന്റെ ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എടുത്തു വെച്ച് സംസാരിക്കാം. ഞാൻ അതുകൊണ്ട് പറയുന്നത്, എനിക്കിഷ്ടമല്ലാത്തത് അന്തം ഫാൻസും വെച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ വന്ന് അഴിഞ്ഞാടാൻ വേണ്ടി നിൽക്കണ്ട. അത് ഏത് ഫാൻസിന്റെ സെറ്റപ്പ് വെച്ചിട്ടാണെങ്കിലും അതാ ഇഷ്ടം. നിങ്ങൾക്ക് ഇപ്പം മമ്മൂക്കയും മോഹൻലാലിനെയും ദുൽഖറിനെയും പ്രണവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ടതും മറ്റുള്ള പല ആൾക്കാരും സിനിമയിലേക്ക് വരുന്നുണ്ട്. അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്താ ആ ഇഷ്ടപ്പെടുന്ന എല്ലാം ഒരേ ആൾക്കാർ തന്നെയാണെന്നേ. അതുകൊണ്ട് നിങ്ങൾ ഒരാളോടുള്ള ഭയങ്കരമായിട്ടുള്ള സംഭവം കാരണം മറ്റുള്ളവരെല്ലാം എടുത്ത് താറടിക്കാൻ നിൽക്കണ്ട. അഖിൽമാരാർ എന്താണോ പറഞ്ഞിട്ട് പോയത് അതിന് ഘടകവിരുദ്ധമായിട്ട് അയാൾ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന കാര്യത്തെ കുറിച്ച് മാത്രമേ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിക്ക് എന്ത് വേണോ ചെയ്യാം, പുള്ളിക്ക് എത്ര ഇനാഗുറേഷൻ വേണോ ചെയ്യാം. പക്ഷെ പുള്ളി പറഞ്ഞതൊന്നും അങ്ങനെയല്ല. അതിനുശേഷം പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മറ്റുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തിന് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ പറയുമ്പോൾ ശരിക്കും ശുദ്ധ ബാലിശമാണ്. സീസൺ 5 എന്റെയൊക്കെ അനലിറ്റിക്സ് എടുത്ത് കാണിച്ചാൽ പോലും അത് സീസൺ 4 10-1 അതാണ് അതിന്റെ വാസ്തവ സത്യം. സോ ഇതൊക്കെ പറയേണ്ടി വന്നത് ഒരു ഗതികേടായിട്ടൊന്നും കാണണ്ട. ഇതൊക്കെ ഫാക്റ്റാണ്. കണ്ട ആൾക്കാർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് ആരും വലുതുമല്ല, ആരും ചെറുതുമല്ല. സ്വയം വലുതായിട്ട് പൊങ്ങിയിട്ട് ഞാനാണ് വലിയ ആളാണെന്ന് പറയാൻ വേണ്ട. സീസൺ 5 നിലവിലുള്ള വിജയ് ഇരിക്കവേ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പോളിനകത്ത് പോലും അദ്ദേഹം പിന്നിൽ പോയൊരു കാഴ്ചയും കൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമായിട്ട് മാത്രം കണ്ടിട്ട് ഇതിലൊന്ന് ട്രിഗർ ആവാതിരിക്കരുത്. DFK വളരെ മാന്യമായ രീതിയിൽ വർത്തമാനം പറയുന്നു. അഖിൽമാരാർ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ രീതിയിൽ വർത്തമാനം പറയുന്നു. അതിലൊക്കെ ഇമ്മച്യൂരിറ്റി മാത്രമേ മുഴച്ചു നിൽക്കുന്നുള്ളൂ. അല്ല, ഞാൻ വലിയ സംഭവമാണെന്ന് തെളിയിക്കാനാണെങ്കിൽ വീണ്ടും സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അവരവരുടെ ഇഷ്ടമാണ്. അവരവർക്ക് പറഞ്ഞ കാര്യങ്ങൾ ആ വാക്കിൽ ഉറച്ചു നിൽക്കണം, മാറി വ്യതിചരിച്ച് പോകുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. സോ അന്ധമായ ആരാധന അന്ധങ്ങളുടെ വിളയാട്ട് അതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് ആരാണെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുപടിയും കിട്ടും. അങ്ങനെയുള്ള ആൾക്കാർ ചാനൽ നിർത്തി കളയുകയും ചെയ്യും. സോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ